വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞാനൊരു പരിഹാരം പറയട്ടെ. തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോവാനാ എന്റെ തീരുമാനം. വെറുതെ വായി തോന്നൊന്നും വിളിച്ചു പറയരുത്. ഈ ഗ്രാമം വിട്ട് ഇതുവരെ പുറത്തു പോകാത്ത ആളാ. തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്യാൻ പോകുന്നു പോലും. വേഗം ഭക്ഷണം കഴിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ലക്ഷ്മി, ഇവൾക്ക് ഭക്ഷണം കൊടുക്ക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ രാജുവേട്ടനെ കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ ജോലി ശരിയായിട്ടുണ്ട്. നാളെ തന്നെ അവിടേക്ക് ജോലിക്ക് ചേരാമെന്ന് രാജുവേട്ടൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ എന്തോ തമാശക്ക് പറയുവാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. നാളെ തന്നെ ജോലിക്ക് പോവാണെന്നൊക്കെ പറഞ്ഞ നിനക്ക് പുറം ലോകത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോടി? ജോലിക്ക് പോകുന്ന ഒരാളെ കണ്ടില്ലേ? അതിന്റെ ഒരാവശ്യവും ഇല്ല. ദേ, ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. വേണ്ട മോളെ, കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും നമുക്കോട് ഒരുമിച്ച് കഴിയാം. കാശിന്റെ പുറകെ ഓടാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ അതിനു മാത്രമേ സമയമുണ്ടാവൂ. മനസ്സമാധാനം നഷ്ടപ്പെടും മോളെ. ഞാൻ പാറു, നീ എന്തിനാ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീയില്ലാതെ ഞങ്ങൾക്ക് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. ടൗണിലെ ജീവിതം നീ വിചാരിക്കുന്ന പോലല്ല മോളെ. അവിടെയുള്ളവരെല്ലാം സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. നിന്നെ കൊണ്ടവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല മോളെ. നിന്നെ എങ്ങോട്ട് അയച്ചിട്ട് ഞങ്ങൾക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. വേണ്ട മോളെ. അച്ഛനല്ലേ പറയാറുള്ളത് എനിക്ക് ആൺകുട്ടികളുടെ ധൈര്യമാണെന്ന്? എന്നിട്ടാണോ അച്ഛൻ എന്റെ മേലെ വിശ്വാസം കാണിക്കാത്തത്? നടേശമാമ സംസാരിച്ചത് അച്ഛന് ഓർമ്മയില്ലേ? കാശില്ലാതെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ല. ഇത്ര കാലം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങളെ വളർത്തിയത്. ഇപ്പോ നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയില് ഞാൻ വേണ്ടേ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ? ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മതി. നമ്മുടെ കടമെല്ലാം തിരിച്ചടച്ച് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നെ തടയരുത് അച്ഛാ. എന്നെ കാരണമാക്കി കാണിച്ച് നീ ദൂരെ എവിടെയോ പോയി കഷ്ടപ്പെടുന്നത് കണ്ട് ഞാൻ കയ്യും കെട്ടി ഇരിക്കുന്നാണോ നീ കരുതുന്നത്? നീ എങ്ങോട്ടും പോകണ്ട. നിന്റെ മൂത്തത് ഞാനാ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. കിട്ടുന്ന ജോലികൾ മുഴുവൻ ഞാൻ ചെയ്യും. എങ്ങനെയെങ്കിലും കടം തിരിച്ചടക്കുകയും ചെയ്യും. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. അതിനുവേണ്ടി നീ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ദേഷ്യപ്പെടല്ലേ ചേച്ചി. ഞാൻ ജോലിക്ക് പോവാൻ കാരണക്കാരി ചേച്ചി അല്ല. ഈ വീടും പറമ്പും എല്ലാം പണയത്തില്ല. ചേച്ചിയും അമ്മയെപ്പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? അത് കണ്ടിട്ടും ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? ഞാൻ അറിയാത്ത പണിക്കൊന്നും അല്ലല്ലോ പോകുന്നത്. തുണി തയ്ക്കുന്ന ജോലിക്കല്ലേ. എത്ര കാലം എന്ന് വിചാരിച്ച ഇങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കുന്നത്? ടൗണിൽ പോയി എനിക്കും കുറച്ച് വിവരം വെക്കുന്നത് നല്ലതല്ലേ? ഈ വീടും പറമ്പും നമുക്ക് തിരിച്ചു പിടിക്കണം. ചേച്ചിയുടെ കല്യാണം നടത്തണം. അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം. അതിന് ഞാൻ എത്ര ബുദ്ധിമുട്ടാനും തയ്യാറാ. ഇവൾ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ പറയുന്നത് കേൾക്കുന്നില്ലേ? വെറുതെ കേട്ട് നിൽക്കാതെ പോകണ്ടെന്ന് അവളോട് പറ.
ജനം ചേട്ടാ